വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ ബിജുചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഈ ബി.ജെ.പി പാർട്ടി എന്ന് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുള്ളൂ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് ഇത് ഞണ്ടുകളുടെ പാർട്ടിയാണ്. ഒരാൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ വേറൊരാൾ ബാക്കിൽ നിന്ന് പിടിച്ചു വലിച്ച് താഴെ ഇടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ സമാനമായ രീതിയിൽ ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു പിളർപ്പുണ്ട്, ഈ പാർട്ടി ഒരുമിച്ചല്ല നിൽക്കുന്നത് എന്നുള്ള ചർച്ചകൾക്ക് മാധ്യമങ്ങൾക്ക് വഴിയൊരുക്കുന്ന രീതിയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോൾ സകല മാധ്യമങ്ങളും മുക്രയിട്ട് നോക്കിയതാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഒന്ന് കിട്ടുമോ, 2-3-4 ദിവസം ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അത് ബി.ജെ.പി നേതാക്കളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ചാനൽ ചർച്ചയിലൊക്കെ ഇവർ വളരെ ജോവിയലായിട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പൊ മനോരമ ചർച്ചയായിരുന്നാലും അതൊക്കെ ഞാൻ കണ്ടതാണ്. അതിനകത്ത് ശങ്കുട്ടി ദത്തൊക്കെയാണ് പോയിരുന്നത്. പുള്ളിക്കാരനെ അതിനകത്ത് വളരെ ഗംഭീരമായിട്ട് കൗണ്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മുടെ പാർട്ടിക്കുള്ളിൽ കണ്ടെത്താൻ സാധിച്ചില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം വന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എല്ലാ നേതാക്കളും ഇവിടെ സന്നിഹിതരായിരുന്നു. ഒരു നേതാവും അവിടെ നിന്ന് വിട്ടുനിന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ പിളർപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഊതി വീർപ്പിച്ച് വലുതാക്കി 3-4 ദിവസം ചർച്ച ചെയ്യാമെന്നുള്ള നിങ്ങളുടെ ഒരു വ്യാമോഹം തകർന്നു പോയി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്ന ആങ്കർക്ക് യാതൊരുവിധ മറുപടിയും അതിനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബി.ജെ.പി രാജീവ് ചന്ദ്രശേഖരന്റെ തട്ടകമായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അസ്വാരസ്യങ്ങൾ ഉയർന്നു വരുന്നു എന്ന് മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവം ബി.ജെ.പിക്കാരിൽ തന്നെ. ബി.ജെ.പി ആണോ എന്ന് എനിക്കറിയില്ല. CPM ഇത്തരത്തിലുള്ള തറവേലകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോ ഒരു പോസ്റ്റർ നമ്മുടെ വി രാജേഷിനെതിരെ വന്നിരിക്കുകയാണ്. വി രാജേഷിനെതിരെ വന്നിരിക്കുന്ന പോസ്റ്റർ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ 15,000 വോട്ടിനാണ് തോറ്റുപോയത്. ഈ 15,000 വോട്ടിന് തോറ്റുപോയ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ചത് കോൺഗ്രസിൽ നിന്നും പണം കൈപ്പറ്റി വി രാജേഷ് ആണെന്ന് ബി.ജെ.പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വി രാജേഷ് ആണെന്നാണ് ഇപ്പൊ ഈ പോസ്റ്ററിൽ പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട് വി രാജേഷ്. അതുകൊണ്ട് തന്നെ വി രാജേഷിനെ വഴി തടയും എന്ന് പറയുന്നുണ്ട്. ബി.ജെ.പി പ്രതികരണ വേദി എന്നാണ് ഈ പോസ്റ്ററിന്റെ താഴെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഇത് ഓൺ ചെയ്യുന്നത്. ആരാണ് ഈ പ്രതികരണ വേദി, പ്രതികരണ തൊഴിലാളികളൊന്നും യാതൊരുവിധ ബോധ്യവുമില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇതിനെ അജ്ഞാതർ കൊടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അജ്ഞാതന്റെ ആക്രമണം തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് പറയേണ്ടി വരും. തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വി രാജേഷ് പണം പറ്റി ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി എന്നുള്ളത് ആദ്യത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം വളരെ ഗുരുതരമാണ്. 15 വർഷത്തിനകത്തെ വി രാജേഷിന്റെ സ്വത്ത് സമ്പാദനം, അനധികൃതമായിട്ടുള്ള സമ്പാദനമുണ്ട്. അത് ബി.ജെ.പി അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. പോരാത്തതിന് ഇയാൾ അതായത് വി രാജേഷ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു വ്യക്തിയാണ്. സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോഴും നടത്തുന്നുണ്ട്. ആ രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, രാജേഷിനെതിരെ നടപടിയെടുക്കണം, സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടണം, 15 വർഷത്തിനുള്ളിലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണം എന്നാണ് ഇതിൽ പറയുന്നത്. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. താങ്കളുടെ പ്രതികരണം എനിക്ക് കേൾക്കണമില്ല. ഞാൻ പറഞ്ഞാണ്, കേരളത്തിലെ ബി.ജെ.പി എന്ന് പറഞ്ഞാല് ഞണ്ടുകളുടെ പാർട്ടിയാണ്. അതായത് ഒരുത്തൻ എങ്ങനെങ്കിലും തപ്പിപ്പിടിച്ച് മുകളോട്ട് കയറി കഴിഞ്ഞാൽ അവന്റെ കാലെ പിടിച്ച് വലിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ യാതൊരു ലോജിക്കും ഇല്ലാത്തൊരു പോസ്റ്ററായിട്ടാണ് തോന്നുന്നത്. കാരണം ബി.ജെ.പി സമീപകാലത്ത് തിരുവനന്തപുരത്ത് നടത്തിയ വലിയ മുന്നേറ്റമായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണ്ടത്. കേവലം 15,000 വോട്ടുകൾക്ക് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ കേവലം 30-35 ദിവസം മാത്രമാണ് അദ്ദേഹം അവിടെ പ്രചരണം നടത്തിയത്. ആ 35 ദിവസം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു ഒറ്റയാൻ വന്നു നിന്നാൽ അത്രയും വോട്ട് ഒഴുകി വരില്ല. അപ്പൊ അത് സംഘടനാ സംവിധാനം ചലിപ്പിച്ചതേ മതിയാവും. സംഘടനാ സംവിധാനം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയാൽ മാത്രമേ വോട്ട് വർദ്ധിക്കത്തുള്ളൂ. അത് വോട്ട് വർദ്ധിച്ചു എന്ന് മാത്രവുമല്ല, അവിടുത്തെ ഒരു അധികായനായ ശശി തരൂരിനെ വിറപ്പിക്കാനും കഴിഞ്ഞു. കാരണം പല സമയങ്ങളിലും ആ വോട്ടെണ്ണുന്ന പല സമയങ്ങളിലും വലിയ 25,000-നും ഒക്കെ രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് സമയം ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും രാജീവ് ചന്ദ്രശേഖരന്റെ ആ കുതിപ്പ് കണ്ട് അന്തം വിട്ടു നിന്നിട്ടുണ്ട്. കാരണം അതിന് മുമ്പുള്ള നിയമസഭാ മണ്ഡലങ്ങൾ അദ്ദേഹം ഒന്നാമതെത്തി എന്നുള്ളത് ഒരു വലിയ ഒരു സംഭവം. കാരണം നമ്മൾ ഈ നിയമത്തൊക്കെ നമുക്ക് അത്ര ഒരു ആശ്വാസമില്ലായിരുന്നു. നേരിയ ലീഡിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇത് അങ്ങനെ വലിയ ലീഡിലേക്കൊക്കെ അദ്ദേഹം പോയി ഇതുണ്ട്. പിന്നെ എവിടെയാണ് ആ വോട്ട് കുറഞ്ഞതെന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ അറിയാം. ഏതൊക്കെ മേഖലകളാണ് കുറഞ്ഞത്. അപ്പോ ഈ ബി.ജെ.പി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് അത് ചെയ്തതെന്നുള്ളത് ആ പോസ്റ്ററിൽ യാതൊരു ലോജിക്കും ഇല്ല. കാരണം സ്വാഭാവികമായി തന്നെ അത് അവിടെ കൊണ്ട് തന്നെ പൊളിയുകയാണ്. കാരണം സമീപകാലത്ത് അതായത് വി രാജേഷ് വരുന്നതിന് ജില്ലാ പ്രസിഡന്റ് ആകുന്നതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ആ ഒരു നേട്ടം ബി.ജെ.പിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ കാലത്താണ് അത് ഉണ്ടാക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ വലിയ മികച്ച വിജയം നേടാനും അവർക്ക് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അതൊരു പ്രസിഡന്റിന്റെ മാത്രം ഗുണം കൊണ്ടല്ല, എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ നിന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാദത്തിനകത്ത് യാതൊരു കഴമ്പുമില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇത് ഈ ഒരു കൂട്ടം ആളുകളാണ് എങ്കിൽ സാധാരണഗതിയിൽ ഒരു പോസ്റ്റർ വരുന്നത് ഒരു വ്യക്തിക്ക് നേരെ ആയിരിക്കില്ല. ഇന്ന ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചു എന്നാണ്. ബി.ജെ.പിയുടെ ഒരു
ഈ പാരവെപ്പ് തൊഴിലാളികളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കേന്ദ്രത്തിന് കത്തയക്കലാണ് ഇവരുടെ ഒരു മെയിൻ പരിപാടി. അതായത് ഇവര് പോയിട്ട് കുറെ പേരെ സംഘടിപ്പിച്ചുകൊണ്ടെന്ന് ഒപ്പൊക്കെ മേടിച്ചിട്ട് ഇവർ സ്ഥിരം കത്തയക്കും. അത് അമിത്ഷായൊക്കെ ഇരുന്ന സമയത്ത് ഈ കത്ത് കൊണ്ട് പൊറുതിമുട്ടിയിട്ടുണ്ട് അമിത്ഷായൊക്കെ. കാരണം ഈ ഡെയിലി ഒരു ആൾക്ക് വേണ്ടി ഒരാളെ പുറത്താക്കണം, അങ്ങനെ പരസ്പരം കത്തയക്കലാണ് പണി. അപ്പൊ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും അവര് തന്നെ ഞെട്ടിക്കാണ്. കാരണം ഒരു വിലയും കൂടി ഇല്ലാതിരിക്കുന്നവർ ഡെയിലി രാവിലെ തൊട്ട് ഒരു പണിയും കേരളത്തിൽ നടക്കുന്നില്ല, പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കത്തയക്കലാണ് പണി. ആ നേതാവ് കൊള്ളത്തില്ല, ഈ നേതാവ് അഴിമതിയാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞ് നിരന്തരമായിട്ടുള്ള ഇതിപ്പോഴ് നമുക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന വിവരം എന്ന് വെച്ചാൽ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് നാളിതുവരെ കേരളത്തിൽ BJPയുടെ ഒരു സ്ട്രക്ചർ പൊളിഞ്ഞിട്ടുണ്ട്. അതായത് നാളിതുവരെ സുരേന്ദ്രന്മാർ, ശോഭാ സുരേന്ദ്രന്മാർ, കൃഷ്ണദാസന്മാർ, വി മുരളീധരൻ എന്നുള്ള ആ ഒരു അച്ചുതണ്ട് മാറിക്കൊണ്ട് ഒരു തികച്ചും പുതിയ ഒരാള്, പുതിയ ചില ആശയങ്ങൾ അദ്ദേഹം മുൻപോട്ട് വെക്കുന്നു. എന്തിനാ ഭാഷയിൽ പോലും വ്യത്യാസമുണ്ട്. കാരണം മലയാളം അത്ര വശമല്ല എന്നുള്ളത്. കാരണം ആകെ മാധ്യമങ്ങൾക്ക് പറയാൻ അദ്ദേഹത്തെ കുറിച്ച് കുറ്റം അദ്ദേഹത്തിന് മലയാളം വലിയ വശമില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊരു പഴയ ട്രെൻഡാണ്. കാരണം മലയാളം അറിയാത്ത ഒരു MP ആണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളത് എന്നുള്ളൊരു വിചിത്രമായ കാര്യം വേറൊന്നും, അത് അവിടെ നിൽക്കട്ടെ. ഏതായാലും അത് വന്നപ്പോഴത്തേനും ഒരു സ്ഥിരം സംവിധാനത്തിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടാക്കി പുതിയൊരാൾ വന്നു. അപ്പോൾ സ്വാഭാവികമായി തന്നെ സംസ്ഥാന കൗൺസിലിൽ അടിമുടി മാറ്റം ഉണ്ടാകും എന്ന ഒരു വാർത്ത നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം BJPയുടെ അധ്യക്ഷനായിട്ട് ആര് വന്നാലും, രാജീവ് ചന്ദ്രശേഖരല്ല, ആര് വന്നാലും സംസ്ഥാന സമിതിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. കാരണം സ്ഥിരം മുഖങ്ങളൊക്കെ തന്നെ മാറും, പകരം പുതിയ ആളുകൾ വരും എന്ന് ഉണ്ടായിരുന്നു. അതായത് ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പുതിയ അടിമുടി മാറ്റാൻ കഴിയില്ല. BJPയുടെ സംസ്ഥാന സമിതി എന്ന് പറഞ്ഞാൽ 4 വൈസ് പ്രസിഡന്റുമാര്, 10 ജനറൽ സെക്രട്ടറിമാര്, അങ്ങനെ അത്രയും എണ്ണം വെച്ചിട്ടാണ്. അതായത് 30 പേരുണ്ട് ഈ സംസ്ഥാന സമിതിയിൽ, സംസ്ഥാന കമ്മിറ്റിയിൽ. അപ്പോ സ്വാഭാവികമായി തന്നെ ഇതിൽ സ്ഥിരം കാലാകാലങ്ങളായി നിൽക്കുന്ന കുറച്ചു പേർക്ക് ഓട്ടോമാറ്റിക്കലി പുറത്തു പോകേണ്ടി വരും. അപ്പം പിന്നെ കുറച്ച് പുതിയ ആൾക്കാർ വരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ അടി നടക്കുന്നുണ്ട്. ഇതിനകത്തൊരു വലിയ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ രാജീവ് ചന്ദ്രശേഖർ ഇതിന്റെ അധ്യക്ഷനായിട്ട് വന്നതോടുകൂടി കേരളത്തിൽ ഈ BJPയുടെ സകലമാന നേതാക്കളും പെട്ടുപോയി. കാരണം ഈ ജില്ലാ പ്രസിഡന്റുമാര് ആണിപ്പോ ഇവർ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഓരോരുത്തരുടെയും അനുഭാവികളോ ഇല്ലെങ്കിൽ ഓരോരുത്തരുടെയും പെട്ടതാണ്. അങ്ങനെയൊക്കെയുള്ള കുറെ പേരാണ് ഈ ജയിച്ച് പക്ഷെ ഈ ജില്ലാ പ്രസിഡന്റുമാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ജില്ലാ പ്രസിഡന്റുമാരുടെ താഴോട്ടുള്ള സമിതികൾ എടുത്തിട്ടില്ല. ജില്ലാ പ്രസിഡന്റ് മാത്രം പോരല്ലോ, വൈസ് പ്രസിഡന്റ് വേണം, സെക്രട്ടറി വേണം, അത് എടുത്തിട്ടില്ല. അതിനിപ്പം പുതിയ സംസ്ഥാന അധ്യക്ഷനോട് കൂടി ആലോചിച്ചിട്ട് മാത്രമേ അത് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവരെല്ലാം പെട്ടിരിക്കുക. കാരണം ഈ രാജീവ് ചന്ദ്രശേഖരന്റെ താല്പര്യമില്ല, അനുഭാവികളായിട്ടുള്ളവർ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരൊക്കെയാണ് ഈ സംസ്ഥാന സമിതിയിൽ വരുന്നത് എന്നൊരു വലിയ ടെൻഷൻ ഈ പാർട്ടിയുടെ ഇടയിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് കുറെ നേതാക്കൾ, കുറച്ച് പേര് പണിയെടുക്കുന്നവരുണ്ട്. ബാക്കി ബഹുഭൂരിപക്ഷം പേരും പണിയെടുക്കാതെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കടിച്ചു തൂങ്ങി നിൽക്കുക, പേര് വെക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു കാര്യവുമില്ല. അപ്പം അങ്ങനെ ഒരു വലിയ വിഭാഗമാണ് ഈ VV രാജേഷിനെതിരെ ഇപ്പോഴത്തെ ഒരു നീക്കത്തിന് പിന്നിൽ ആയിരിക്കാം ഒന്നെങ്കിൽ. അതല്ല എങ്കിൽ ഒരു തികച്ചും ഈ രാഷ്ട്രീയ ഇതരമായ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ VV രാജേഷ് ഇടപെട്ടതിന്റെ പ്രതികാരമായിട്ട് ചെയ്യാൻ മതി. പക്ഷെ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയണം, VV രാജേഷിനെ എപ്പോഴും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. VV രാജേഷ് തിരുവനന്തപുരത്ത് VV രാജേഷിനെയാണ് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നതും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. കാരണം VV രാജേഷ് ഇതിനു മുമ്പും പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ട് പുറത്തു നിന്ന ഒരാളാണ്. അതിനുശേഷം VV രാജേഷ് പിന്നെ തിരിച്ചു വന്നു. VV രാജേഷ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ VV രാജേഷിനെതിരെ ഇപ്പോൾ വേറെ എത്രയോ നേതാക്കളുണ്ട്. ഇപ്പൊ BJPയുടെ S സുരേഷ് ഉണ്ട് തിരുവനന്തപുരം, BJPയുടെ യുവമോർച്ചയുടെ ഒരുപാട് നേതാക്കളുണ്ട്. എന്തുകൊണ്ട് VV രാജേഷ് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ടോ? സിമ്പിളാണ് ഉത്തരം. ഞണ്ടുകളുടെ പാർട്ടിയാണ്. അത് ഒരുത്തൻ വളരാൻ മറ്റൊരുത്തനും അനുവദിക്കത്തില്ല. ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവരുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ഒരിക്കൽ പറഞ്ഞിരുന്നതായിട്ടൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന അത്രയും കാലം ഞാൻ എന്റെ മൂർഖം പാമ്പിന്റെ പുറത്ത് തലവെച്ചുറങ്ങുന്ന പ്രതീതിയായിരുന്നു എനിക്കെന്ന്. അതായത് നമ്മൾ ഈ BJPയുടെ നേതാക്കന്മാരെ സ്വകാര്യമായിട്ട് കണ്ട് സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ മനുഷ്യൻ? അവർക്ക് എപ്പോഴും പറയും, എനിക്ക് 4 വശവും പാരയാണ്, അവൻ എന്റെ ശത്രുവാണ്, ഇവൻ എന്റെ ശത്രുവാണ് എന്നാണ് എപ്പോഴും പറയുന്നത്. ഇവരൊരിക്കൽ പോലും CPM ആണ് ഞങ്ങളുടെ ശത്രുവെന്നോ, കോൺഗ്രസ് ആണ് ഞങ്ങളുടെ ശത്രുവെന്നോ, ഇല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരാണ് ശത്രുവെന്നോ ഇവർ പറയാറില്ല. ഇവര് പറയുന്ന എപ്പോഴും മറ്റവൻ വലിയ പ്രശ്നമാണ്, നമ്മളെ വളരാൻ അനുവദിക്കുന്നത്, ഇവര് ഒരു പ്രത്യേക ചിന്താഗതി കൊണ്ട് നടക്കുന്നവരാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് തന്നെ സംശയമാണ്, അവൻ എന്നെ വെട്ടുന്നുണ്ട്, ഇവൻ എന്നെ വെട്ടുന്നുണ്ട്. ഇവർക്ക് തന്നെ
ഒന്നൊരു സംശയത്തിൽ ഉടലെടുക്കുന്ന ഒരു വിഭാഗമാണ്. മറ്റൊന്ന് ഇവരുടെ സംശയത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ ഇവരെല്ലാവരും ഒരു ഉപജാപക സംഘത്തെ, ഒരു മാനിപ്പുലേറ്റഡ് ഗ്രൂപ്പിനെ ഇവരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ മാനിപ്പുലേറ്റഡ് ഗ്രൂപ്പിന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വർഷം 4 തവണ ഇവരുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കും, 2 തവണ വിവാഹ വാർഷികം ആഘോഷിക്കും. നമുക്കൊക്കെ വർഷത്തിൽ ഒരു തവണ ബർത്ത്ഡേ ഉള്ളൂ. ഇത് 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ പറയും ഇന്ന നേതാവിന് ജന്മദിനമാണ്, കുറെ ലൈക്കുകൾ വരും. ഈ ലൈക്ക് എണ്ണി നോക്കുന്നതിലാണ് ഇതിന്റെ ഒരു സംഭവം ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈക്ക് എണ്ണി നോക്കിക്കഴിഞ്ഞാല് ലൈക്കേ കിട്ടത്തുള്ളൂ, ജനങ്ങളുടെ പ്രവർത്തിച്ചാലേ വോട്ട് കിട്ടത്തുള്ളൂ, വോട്ടാണല്ലോ നമ്മൾ ജയിപ്പിക്കുന്നത്. അപ്പൊ ഉം. ഇതെല്ലാ കാലങ്ങളിലും ഉണ്ട്. ഇ വി രാജേഷിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറ്റു വശങ്ങളും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു നല്ലൊരു യുവ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഈ നിലയ്ക്കല് ടോൾ ബൂത്തിനെതിരെ ആ ടോൾ ബൂത്ത് അടിച്ച് തകർത്തിട്ടുള്ള, അന്ന് ഈ യുവമോർച്ച ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് പോലും അത് വളരെ ശക്തമായി തന്നെ യുവമോർച്ച മുൻപോട്ട് കൊണ്ടുപോയ ഒരു നേതാവാണ്, ബി പിയിലൂടെ കടന്നു വന്ന ഒരു നേതാവാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വലിയൊരു സമരം എന്ന് പറഞ്ഞാൽ ബേബി ഡാമിൽ ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് യുവമോർച്ച എന്നൊക്കെ പറഞ്ഞ വിരലിലെണ്ണാവുന്ന യുവമോർച്ചക്കാർ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഇദ്ദേഹം ബേബി ഡാമിൽ അവിടെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, സമരം ചെയ്ത് കടന്നു വന്നൊരു നേതാവ്, അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കടന്നു വന്നൊരു നേതാവല്ല ബി ബി രാജേഷ്. ഒന്നത് ഇനി അദ്ദേഹത്തിനെതിരെ സ്വാഭാവികമാണല്ലോ, ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരാൾ വളരുന്നു, മറ്റൊരാൾക്ക് താല്പര്യപ്പെടാതെ അവസരങ്ങൾ വരും. ഇതിനകത്ത് ഇപ്പൊ നേരത്തെ ധനുഷ് സൂചിപ്പിച്ച സുരേഷിനെതിരെയും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പരസ്പരം പാരവപ്പാണ്, സ്നേഹപ്പാര. അതല്ലാതെ സ്നേഹപ്പാരയാണ്. ഇതിനകത്ത് പിന്നെ ആ പാവം പിടിച്ച കുമ്മനം രാജശേഖരൻ വന്നു, അദ്ദേഹം ഇതിനകത്തൊന്നും ഇല്ലാത്ത ആൾക്കാർ, അത് ഇവരെല്ലാരും കൂടെ ചേർന്നുണ്ട് ആ പാവം പിടിച്ച മനുഷ്യന്റെ കാലെ പിടിച്ച് വലിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. ഇത് കോൺഗ്രസിലാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. കോൺഗ്രസിന് കേരളത്തിൽ മാത്രമാണ്, ദേശീയ അടിസ്ഥാനത്തിൽ തന്നെയുണ്ട്. അവർക്കും ഇതേ സ്വഭാവമാണ്, അതിന്റെ ഒരു കൾച്ചറിലാണ് ഇവിടെ പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ഇതിനെ ഞാൻ നോക്കിക്കാണുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഇപ്പൊ ഈ പുനഃസംഘടന നടക്കാൻ പോകുന്നു, സംസ്ഥാന സമിതിയെ മുഴുവൻ പൊളിച്ചെടുക്കാൻ പോകുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ 30 പേരെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ആകെ പറ്റുന്നത്, 30 പേര്. അപ്പൊ ഈ 30 പേരില് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 4 പേരെ പറ്റൂ. അപ്പൊ അത് നോട്ടമിട്ടിരിക്കുന്ന കുറെ പേര് കാണും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 4 ആണോ 10 ആണോ അറിയില്ല, അത്രയും പേര്. സെക്രട്ടറി സ്ഥാനത്തേക്കാണ് 10 പേര്. അപ്പൊ ഇത് നോട്ടമിട്ടിരിക്കുന്ന കുറെ അധികം പേരുണ്ടാകും. അപ്പൊ ഇതൊക്കെ ഒരുത്തൻ കുറഞ്ഞ ഒരുത്തിന് ഗ്യാപ്പ് കിട്ടിയില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാകാം ഒന്ന്. അതല്ല എങ്കിൽ ഒരുപക്ഷെ ഈ ബി ജെ പിയെ അവിടെ ഒന്ന് തറയിടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റാരെങ്കിലും ആകാം. അതല്ല എങ്കിൽ ഇനി ഈ രാഷ്ട്രീയത്തിൽ ഒന്നും പെടാത്ത ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആകാം. ചിലപ്പോൾ അവർക്ക് ഈ വി വി രാജേഷിനുള്ള എന്തെങ്കിലും ഒരു വൈരാഗ്യത്തിന്റെ ഭാഗമാകാം. പക്ഷെ ഇതിനൊരു ക്ലിയർ ആയിട്ടൊരു സ്റ്റാൻഡ് പറയേണ്ടത് ബി ജെ പി ആണ്. ഇപ്പം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അതൊരു സ്വാഭാവികമായും ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഒരു നിരാശാജനകമായ ഒരു അവസ്ഥ ഉണ്ടാക്കും. കാരണം ഈ തുടക്കത്തിൽ തന്നെ ഇതേ രീതിയിലുള്ള, കാരണം ഇത്തരം കാര്യങ്ങൾ വെച്ച് പൊറുപ്പിക്കരുത്. ഇതിനിപ്പം രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും ഒരു സഡൻ ആക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ ക്ലാരിറ്റി വരുത്തേണ്ടത് അദ്ദേഹമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഇതൊക്കെ അന്വേഷിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ബി ജെ പിക്ക്, അത് ഇപ്പോഴല്ല പണ്ട് മുതലേ ബി ജെ പിക്ക് ഉള്ളതാണ്. ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അന്വേഷിക്കാനുള്ളത്. അന്വേഷിച്ചിട്ട് അങ്ങനെ കുറ്റക്കാരുണ്ടെങ്കിൽ നടപടി എടുക്കണം. പക്ഷെ ഞാനത് പാർട്ടിക്കാരാണെന്ന് കരുതുന്നില്ല. പാർട്ടിക്കാരായിരുന്നെങ്കിൽ ജി വി രാജേഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യില്ലായിരുന്നു. ബി വി രാജ് സാധാരണഗതിയിൽ ഇവരുടെ ഒരു രീതി, ഇവരുടെ ഈ പാരവെപ്പിന്റെ ഒരു രീതി നമ്മൾ കാലാകാലങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവര് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ഇവർ ചെയ്യുന്നത്. ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ ശോഭാ സുരേന്ദ്രനോട് അനുബന്ധിച്ച് നിൽക്കുന്ന കുറെ പേരുടെ പേരൂടെ ചേർത്തിട്ടാണ് ഇവരൊരു പരാതിയായിട്ട്, അതായത് ഒരു ചെയിൻ ആക്കി മാറ്റിയിട്ടാണ് ഇവർ പോകുന്നത്. അതായത് ഒരു വംശത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഇല്ലാതെ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിക്കപ്പെടാൻ വളരെ സാധ്യത കൂടിയ ഒരു നേതാവ് തന്നെയാണ് വി വി രാജേഷ്. അത്യാവശ്യം ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററിനകത്ത് യാതൊരു വിധ ലോജിക് ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ സമയത്ത് ബി ജെ പി വലിയ മുന്നേറ്റം നടത്തി എന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് അതിപ്പം ആർക്കും വേണമെങ്കിൽ ചെയ്യാം, അത് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ. ബി ജെ പി കണക്ക് ഒരു പാർട്ടിയിൽ ഈ ഇത്തരം പരാതിപ്പെടാനായിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, നിലവിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അത് മാത്രവുമല്ല, ഈ ബി ജെ പിയെ തന്നെ നിയന്ത്രിക്കുന്ന അവരുടെ RSS എന്ന് പറയുന്ന സംഘടന, അവർക്കും അല്ല, ഈ അദ്ദേഹത്തിന്റെ ഈ പരാതികളൊക്കെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന് അവർ പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? വി വി രാജേഷ് അത്രയ്ക്ക് സമ്പാദിച്ചിട്ടുണ്ടെന്നാണോ, അല്ലെങ്കിൽ വി വി രാജേഷ് വളരെ പോഷ് ജീവിതമാണോ നയിക്കുന്നതെന്നാണോ, ലക്ഷറീസ് ആയിട്ട് അദ്ദേഹം ജീവിക്കുന്നതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല ഈ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന് ഇപ്പൊ ആദ്യമായിട്ടല്ല പറയുന്നത്. ഇത് നേരത്തെ ഉം. തന്നെ വളരെ മുമ്പേ തന്നെ, അതായത് എനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഉം. ആരോപണങ്ങൾ ബി വി രാജേഷിനെതിരെ വന്നിട്ടുള്ളത്. അതിപ്പോ ബി ജെ പിയുടെ എല്ലാ നേതാക്കൾക്കെതിരെയും
പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ ആരോപിക്കുന്നത്. BJP-യുടെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രണ്ട് കാര്യങ്ങൾ ഉണ്ട് ആണ് ഉണ്ട് ഉണ്ട്. പ്രധാനമായി ടാർഗറ്റ്. ഒന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഒരു കുറ്റകരമായ പ്രവർത്തനമായി കാണും. രണ്ടാമത്തെ പെണ്ണ് കേസാണ്. എന്തായാലും VV രാജേഷിന് ഒരു തരത്തിൽ പറഞ്ഞാല് ഭാഗ്യവാനാണ്, പെണ്ണ് കേസ് വന്നില്ല എന്ന് ആശ്വസിക്കുക. ഇനി അത് രണ്ട് കേസാണ്. അതായത് ഒന്ന് നോക്കും, ഓക്കെ സാമ്പത്തികമായിട്ട് കുറ്റകൃത്യം ആരോപിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്തത് പറയും സ്ത്രീകൾക്ക് അശ്ലീല സന്ദേശം അയച്ചില്ല, സ്ത്രീകൾ അങ്ങനെ പറയുന്നതാണ്. പക്ഷെ ഏതായാലും VV രാജേഷിനൊന്നും വെളുപ്പിക്കാൻ നമുക്ക് ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ BJP കണക്ക് ഒരു പാർട്ടി ഒരു പുതുജീവൻ കേരളത്തിൽ വരുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പോസ്റ്ററുകളിൽ ശക്തമായ ഒരു നടപടി എടുത്തുകൊണ്ട് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ നല്ലൊരു ചാൻസ് ആണ്. കാരണം അദ്ദേഹത്തിന് ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഓക്കെ തുടക്കം ഗംഭീരമാക്കാൻ അദ്ദേഹത്തിന് കിട്ടുന്ന നല്ലൊരു ചാൻസ് ആണ്. കാരണം ഇതിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തന്നെ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചൊരു മൈലേജ് കിട്ടും. ഇതെന്താണ് എന്നുള്ളത്, ഇത് എങ്ങനെ ഓക്കെ കുറ്റക്കാരുണ്ടോ കുറ്റക്കാരില്ലയോ, എന്താണ് ഇതിന്റെ പിന്നിൽ, ഇത് എന്താണെന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഏതായാലും ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഈ രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റാണ് അധികാരം എടുക്കുന്ന ആ സമയത്തൊന്നും കമാന്നൊരു അക്ഷരോ ഒരു പോസ്റ്റോ എന്താ പറയുക, ഈ ഡബിൾ മീനിങ്ങിലുള്ള ഒരു പോസ്റ്റ് പോലും BJP-യുടെ ഒരു സാധാരണ പ്രവർത്തന നേതാക്കളോ പോലും സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്നും നമ്മളത് കണ്ടു. ഇപ്പൊ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ VV രാജേഷിന്റെ പോസ്റ്റർ വന്നിട്ട് എനിക്ക് തോന്നുന്നു 4-5 മണിക്കൂറായി. ഇതിനോട് അകത്ത് ഒരു നേതാക്കന്മാരോ കാര്യങ്ങളോ ആരും തന്നെ അത് പ്രതികരണവുമായിട്ട് വന്നില്ല. അതൊരു പ്രശംസനീയമായ ഒരു കാര്യമാണ്, ഒരു നല്ല കീഴ്വഴക്കമാണ്. സാധാരണഗതിയിൽ അങ്ങനെയല്ല. പല വഴിക്കും നമ്മുടെ ഈ സൈബർ പോരാളികളുണ്ട്, സൈബർ സംഘികളുണ്ട് ഈ BJP-യുടെ. ഇതൊക്കെ ഉള്ളതാണോ കള്ളമാണോ നമുക്ക് അറിയത്തില്ല. ഈ സൈബർ സംഘികൾ സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഭയങ്കരമായി കത്തിജ്വലിക്കുന്നവരാണ്. പക്ഷെ സൈബർ സംഘികളൊന്നും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പാർട്ടിക്ക് വിധേയരായിട്ടുള്ള സൈബർ സംഘികളായിട്ടാണ് നമ്മൾ കാണുന്നത്. നല്ല കാര്യമാണത്. ഏതായാലും ഇന്നത്തെ ചിലപ്പോൾ ഒരുപക്ഷെ ചാനൽ ചർച്ചകൾക്ക് ഇതൊരു വലിയ സബ്ജക്റ്റായി മാറിയേക്കാം. കാരണം അവർ കുറെ ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു BJP-യിൽ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് എന്ത് കുത്തിത്തിരിപ്പ് നടക്കുമെന്നൊന്നും. നടക്കാത്ത സ്ഥിതിക്കും ഒന്നും കിട്ടാത്ത സ്ഥിതിക്കും ഒരുപക്ഷെ ഇത്, കാരണം VV രാജേഷ് കുറച്ച് മൈലേജ് കിട്ടുന്ന ഒരു നേതാവ് കൂടിയാണ്. ഇപ്പം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവാണ്. അപ്പൊ അതിനൊരു ശ്രമം നടത്തിയേക്കാം. പക്ഷെ ഇതെന്തായാലും ഇത് 3 കാര്യങ്ങളേ ഉള്ളൂ. ഇത് പാർട്ടിക്ക് ഉള്ളിൽ നടക്കുന്ന ഈ സ്ഥാനമോഹികളായിട്ടുള്ള ആരെങ്കിലും ആകാം, അതല്ല എങ്കിൽ ഈ രാഷ്ട്രീയം ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളാകാം. ഇതില്ല എങ്കിൽ ഇതിനകത്തൊരു ക്ലാഷ് ഉണ്ടാക്കാനോ, ഇതില്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ ചിന്തിക്കുന്ന, ഇതിപ്പോ ഈ പോസ്റ്റർ അടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇക്കാലത്ത് വലിയ സംഭവമൊന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ DTP എടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള പോസ്റ്റർ കിട്ടും. ഒരു 10-500 രൂപ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് പതിക്കുക എന്ന് പറഞ്ഞുള്ള സിമ്പിൾ ആയിട്ടൊരു കാര്യം കൂടിയാണ്. 10,000-2,000 രൂപ മുടക്കാൻ ഒരാളെ നാറ്റിക്കാൻ വലിയ കാര്യമൊന്നും ഈ നാട്ടിലില്ല. പിന്നെ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വരേണ്ടതാണ്. കാരണം ബാക്കിയുള്ള കേസിലൊക്കെ കുറ്റവിമുക്തനായിട്ടുള്ള ഒരു നേതാവാണ് VV രാജേഷ്. മുമ്പ് പല ആരോപണം ഉന്നയിക്കാൻ നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പമാണ്. എന്തായാലും ഈ ഒരു ടീമിന്റെ ഇടയിലാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ചോദ്യം. ഈ ഒരു ടീമിൽ ഇതാണ് മാധ്യമങ്ങൾക്ക് വേണ്ടതും. കാരണം ഈ ഒരു ഫൈറ്റ്, അതിന്റെ ഇടയിൽ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് കാണുക. കാരണം രാജീവ് ചന്ദ്രശേഖരനെതിരെ പ്രത്യേകിച്ച് ഉന്നയിക്കാനായിട്ട് ആരോപണങ്ങളൊന്നുമില്ല. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് അഴിമതിയില്ല, അദ്ദേഹത്തിന് പണത്തിനോട് ആർത്തിയില്ല. കാരണം അദ്ദേഹം പണക്കാരനാണ് ഓൾറെഡി. അദ്ദേഹം അങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് കളിയാക്കാൻ അദ്ദേഹത്തെ സാധിക്കില്ല. ഓൾറെഡി അദ്ദേഹം എല്ലാ മാധ്യമങ്ങളും കുത്തി ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഓഫീസിൽ വെച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ സ്വാമി വിവേകാനന്ദന്റെ കോട്ടാണ്. അതായത് വർഗീയതയാണ് തോറ്റുപോകുന്നതിന്റെ ഏറ്റവും വലിയ ആയുധം എന്നുള്ളത്. അത് ഞാൻ പണ്ടേ വെച്ചിരിക്കുന്നത്. അത് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയതും. അതുകൊണ്ട് ആ പേരും പറഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കാൻ പറ്റില്ല. ഓൾറെഡി മറ്റു നേതാക്കൾ, അതായത് മറ്റു കോൺഗ്രസിന്റെ അടക്കമുള്ള നേതാക്കളുടെ പല ബൈറ്റുകളും പ്രചരിക്കുന്നുണ്ട്. അതായത് BJP-യുടെ ഐഡിയോളജി അല്ല രാജീവ് ചന്ദ്രശേഖരൻ പിൻപറ്റുന്നത് എന്നുള്ളത് പ്രചരിക്കുന്നുണ്ട്. അതങ്ങനെ പ്രചരിക്കുന്നതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന് ഒരു ശശി തരൂരിനെ പോലുള്ള ഒരു മുഖം ഓൾറെഡി തന്നെ കൈവന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പോരാളി ഷാജിയൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അസഭ്യമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് പോസ്റ്റുകൾ ഇടുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതുകൊണ്ടാണ് ഇനിയിപ്പം മാധ്യമങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ BJP-യിലെ ഈ ഒരു ആ ഗ്രൂപ്പിസത്തെ എങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ പ്രതിരോധിക്കും, അതിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമോ എന്നുള്ളതാണ് മാധ്യമങ്ങൾ നോക്കുന്നത്, പരിശോധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ബേസിക്കലി വിചാരിക്കുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കോർപ്പറേറ്റ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പെട്ടെന്ന് തളർന്നു പോകും. ഞാൻ വന്ന ഉടനെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നല്ലോ എന്നുള്ളത്.
എനിക്ക് തോന്നുന്നത് അദ്ദേഹം എവരി പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് കണക്കാക്കുന്ന ഒരാളാണ്. അതായത് ഇങ്ങനെ പ്രോബ്ലംസ് വരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവും ഇതിൽ ആരൊക്കെയാണ് പുഴുക്കുത്തുകൾ ഉള്ളത്, ആരൊക്കെയാണ് എന്തൊക്കെയാണ്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അദ്ദേഹം ഇതിനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാധ്യമങ്ങളുടെ ചർച്ച ഒരു ഭാഗത്ത് തുടരും, അത് അദ്ദേഹം ശ്രദ്ധിക്കുന്ന പോലുമില്ല. കാരണം മാധ്യമങ്ങൾ ഓരോ കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മറുപടി വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ വളരെ ക്ലിയർ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ ക്രിസ്ത്യൻ സമുദായം നിങ്ങളുമായിട്ട് അടുക്കുന്നു, അപ്പൊ അവര് രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുമായിട്ട് അവരെ കൂടുതൽ അടുപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി വളരെ ക്ലിയർ ആയിരുന്നു. ഞാൻ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി ആ മറുപടി കിട്ടി. ഇനിയിപ്പോ അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എവരി പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ കണ്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ബിജുട്ടാ. താങ്ക് യു സോ മച്ച്.